ഹലോ കൂട്ടുകാരെ, മഴതോരും മുൻപേടെ ഇന്നത്തെ എപ്പിസോഡിൽ അലീന മനുവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നത് അവളുടെ അച്ഛനെക്കുറിച്ചുള്ള പരാതികളാണ്. പപ്പ ഭയങ്കര സ്ട്രിക്റ്റാണ്, ഒരു കാര്യം എന്നെക്കൊണ്ട് ചെയ്യിക്കില്ല, അടുക്കള ജോലിയൊന്നും ഞാൻ ചെയ്യുന്നത് പപ്പയ്ക്ക് ഇഷ്ടമേ അല്ല, അടുക്കളയിലൊന്നും കയറാതെ അടങ്ങി ഒതുങ്ങിയിരിക്കാനാണ് എന്നോട് പറയുന്നത്. എനിക്കുണ്ടോ അതൊക്കെ പറ്റുന്നു മനുവേട്ടാ എന്നൊക്കെ മനുവിനോട് പറയണം. അപ്പോൾ മനു പറയുകയാണ്, ഒരു വീട് മുഴുവൻ ഭരിച്ചു നടന്നിരുന്ന ആളല്ലേ നീ, നിനക്ക് എങ്ങനെയാണ് അതൊക്കെ പറ്റുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം മനു പറയും, ഒരു സൊല്യൂഷനുണ്ട്, ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവരാമെന്ന്. എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനോ, അതെങ്ങനെ നടക്കും മനുവേട്ടെന്ന് ചോദിക്കുകയാണ്. ഓ, അതിന് വലിയ ചിലവൊന്നുമില്ലെന്നേ, ഒരു താലിച്ചരടും ഒരു സാരിയുടെ ആവശ്യമല്ലേ ഉള്ളൂ എന്ന്. അപ്പോൾ അലീനയ്ക്കത് കേട്ടപ്പോൾ ആകെ ഒരു നാണം വന്നു. അലീന പറയും, മതി മനുവേട്ട, എന്തായാലും മനുവേട്ടനെ ഒന്ന് പിള്ളേരെ അടുത്ത് പോണേ, ഞാൻ അവിടെ വന്നതിന് ശേഷം പിള്ളേർ ചിലപ്പോൾ ഒരു ഐക്യമൊന്നും ഉണ്ടാവില്ല, മനുവേട്ടനൊന്ന് പോയി അവർ റീചാർജ് ചെയ്യണം എന്ന് പറയുകയാണ്. മനു പറയും, ശരി ഞാൻ പോയി വന്നിട്ട് വിളിക്കാമെന്ന് പറയുകയാണ്. പിന്നെ നമ്മുടെ കാണിക്കുന്നത് വൈജയും പിള്ളേരുമാണ്. വൈജയും പിള്ളേരിരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വൈജയ്ക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ വൈജ വന്നിട്ട് പിള്ളേരോട് പറയാം, നിങ്ങളിരുന്ന് വെറുതെ സമയം കളയുന്നു, നിങ്ങൾക്ക് വല്ലതും പോയിരുന്ന് പഠിച്ചൂടെ മക്കളെ, ഈ പഠിപ്പ് ഉഴപ്പാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ ന്യായങ്ങളും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് നിങ്ങൾ. അപ്പോൾ പിള്ളേർ പറയും, അമ്മ ഞങ്ങൾ ഇത്ര നേരം പഠിക്കുകയായിരുന്നു, ഒരു 5 മിനിറ്റ് ഒന്ന് ബ്രേക്ക് എടുക്കാൻ വന്നതാണ്, ഞങ്ങളുടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ പോവുകയും ചെയ്യും, പോയിരുന്ന് പഠിക്കുകയും ചെയ്യും. അപ്പോൾ വൈജു ചോദിക്കും, നിങ്ങൾക്ക് ചായ വല്ലതും വേണോ, പഠിക്കാതെ ഇങ്ങനെ ഉഴപ്പി നടക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല, ചായ വേണമെങ്കിൽ ഞാൻ കൊടുന്നു തരാമെന്ന്. ആ പിള്ളേർ പറയും, എനിക്ക് ചായ ഒന്നും വേണ്ട എന്ന്. എന്നാൽ ശരി, പോയിരുന്ന് പഠിക്കാൻ നോക്ക്, മിഡ് ടൈം എക്സാം അല്ലേ ഈ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് വൈജ അകത്തോട്ട് പോകും. അങ്ങനെ പിള്ളേർ അവിടെ വീണ്ടും ഇരിക്കുമ്പോൾ അത് ആ ഒരു വണ്ടിയുടെ ഹോൺ. അപ്പോൾ നോക്കിയപ്പോൾ ആ മനുവാണ്. അങ്ങനെ പിള്ളേർ സന്തോഷത്തിൽ ഓടിച്ചെല്ലും. ഓടിച്ചെന്നപ്പോൾ ബബിത ചോദിക്കും, മനുവേട്ടൻ ഇങ്ങോട്ട് വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന്. അപ്പം മനു ചോദിക്കും, അതെന്താ നീ അങ്ങനെ വിചാരിക്കാൻ, അല്ല മനുവേട്ടന് വേണ്ടപ്പെട്ട ആൾക്കാരൊന്നും ഇവിടെ ഇല്ലല്ലോ ഇപ്പോൾ. അപ്പോൾ കൃഷ്ണമോള് പറയും, അത് ശരിയാണ് കേട്ടോ. അപ്പോൾ മനു പറയും, ഞാൻ എൻ്റെ കൃഷ്ണമോളെ കാണാൻ വന്നതെന്നിട്ട് കൃഷ്ണമോളെ അങ്ങനെ ചേർത്ത് പിടിക്കും. എന്നിട്ട് പറയും, എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്ന് ചോദിക്കും. ബബിത പറയും, അച്ഛനും അമ്മയും സ്ഥിരം അംഗമൊക്കെ ഉണ്ട്, പിന്നെ അച്ഛൻ്റെ നിന്ന് എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ അമ്മ മിണ്ടാതിരിക്കും, അപ്പോൾ ഒരാഴ്ചയ്ക്ക് സമാധാനം ഉണ്ടാവും. എന്നാൽ ശരി, ഞാൻ ആൻറ്റിയെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ അവൻ വീട്ടിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ വൈജാരും, ആരിപ്പത്, മനുവോ, നിനക്ക് ഈ വഴിയൊക്കെ അറിയാമല്ലേ, ഞാൻ വിചാരിച്ചു നീ ഇനി ഈ വഴിക്കൊന്നും വരില്ല എന്ന്, നിനക്ക് വേണ്ടപ്പെട്ട ആരും ഇവിടെ ഇപ്പം ഇല്ലല്ലോ എന്ന്. അപ്പോൾ മനു ചോദിക്കും, എൻ്റെ പൊന്ന ആൻറ്റി, വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ ആൻറ്റിക്ക് ഇതല്ലാതെ വേറെ ഒന്നും ചോദിക്കാനില്ലേ, ഈ കൊണച്ച വർത്തമാനമല്ലാതെ ഒന്നും പറയാനുമില്ല. ഒരാൾ വരുമ്പോൾ എന്തൊക്കെ മര്യാദകളുണ്ട്, ആ ആളെ വീട്ടിൽ കയറ്റിയിരുത്തിയിട്ട് സന്തോഷ വർത്താനമൊക്കെ ചോദിച്ച് ചായ വേണോ കാപ്പി വേണോ എന്നൊക്കെ എങ്ങനെ ചോദിക്കാം, ആൻറ്റിക്ക് ഇതെന്താ, ആൻറ്റി എന്താ ഇങ്ങനെയായാ കണ്ടിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വൈജ ദേഷ്യം പിടിച്ചിട്ട് പറയും, ഞാൻ പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലാവില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ തച്ചുടച്ചിട്ട് ഒരുത്തി പോയിട്ടുണ്ടല്ലോ, അവൾ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയത് എന്നൊക്കെ പറഞ്ഞ് വൈജ അലീനയെ കുറ്റം പറയണം. അപ്പം മനു പറയും, ആൻറ്റി എന്തിനാ അലീനയെ പറയുന്നത്, ആൻറ്റിയുടെ ജീവിതം ഇങ്ങനെ നാശാക്കിയത് ആൻറ്റി തന്നെയാണ്, അല്ലാതെ മറ്റൊരാൾക്കും അതിൽ റോളൊന്നുമില്ല. പിന്നെ അലീനയെ ആൻറ്റി ഇങ്ങനെ എടുത്ത് കളഞ്ഞു എന്ന് അലീന ആൻറ്റി പറഞ്ഞാലും കുറച്ച് കാലം കഴിഞ്ഞാൽ അലീന എന്തായാലും ഇങ്ങോട്ട് വരും, കാരണം അവൾക്ക് വരാതിരിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു കാര്യമുണ്ടെന്ന്. അപ്പോൾ വൈജയ്ക്കൊരു ആശങ്ക വരും. വൈജ പറയും, നീ എന്താ ഈ പറഞ്ഞു വരണത് എന്ന്, അവളെ നീ പുണ്യാളത്തിയാക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ് വൈജ. അപ്പം മനു പറയും, ആൻറ്റിയുടെ മക്കളും ആൻറ്റിയുടെ ഭർത്താവും ആൻറ്റിയുടെ ആങ്ങളമാരും അമ്മയടക്കം എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെന്താണ് അർത്ഥം. അപ്പോൾ വൈജു പറയും, അവരൊക്കെ ബാലചന്ദ്രൻ്റെ പക്ഷത്തിലാണല്ലോ, ബാലചന്ദ്രൻ്റെ പക്ഷത്താവുമ്പോൾ അലീനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ. അപ്പോൾ മനു ചോദിക്കും, ആൻറ്റി എന്താ പൊട്ടിയാണോ, അത് പൊട്ടിയെ പോലെ അഭിനയിക്കുകയാണോ, എന്താ ആൻറ്റി പറയുന്നതിൻ്റെ അർത്ഥം, ബാലചന്ദ്രനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് അവർ അലീനയെ സപ്പോർട്ട് ചെയ്യും എന്നാണോ ആൻറ്റിയുടെ വിചാരം. ആൻറ്റി ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്, ആൻറ്റിക്ക് പ്രശ്നമുള്ളത് കൊണ്ടല്ലേ അവരിങ്ങനെ അലീനയെ അങ്കിളിനെയും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ വൈജു ചോദിക്കും, നീ എന്താ ഉള്ളിൽ വെച്ച് പറയുന്നത് പോലെ. അപ്പോൾ മനു പറയും, അലീനയല്ല, ആൻറ്റി പണ്ട് നല്ലൊരു പെൺകുട്ടിയായിരുന്നു, ആ പെൺകുട്ടി വിവാഹം കഴിച്ച് ഭർത്താവിനെയും മക്കളെയൊക്കെ നോക്കിയിട്ടുണ്ട് എങ്കിൽ ആൻറ്റി പറയുന്നതിൽ ഞാൻ വിശ്വസിക്കാമായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ, എല്ലാവർക്കും ആൻറ്റിയുടെ പാസ്റ്റ് അറിയാം, ആ പാസ്റ്റ് അറിയുന്നത് കൊണ്ട് തന്നെയല്ലേ അവരെല്ലാവരും ഇങ്ങനെ പെരുമാറുന്നതെന്ന്. അത് കേട്ടപ്പോൾ വൈജയുടെ ഹൃദയത്തിൽ നിന്നൊരു എന്തോ ഒരു ബോംബ് പൊട്ടിയ പോലെ. വൈജ ചോദിക്കും, നീ എന്താ അങ്ങനെ പറയുന്നത് എന്ന്. അതൊക്കെയുണ്ട്, സമയമാകുമ്പോൾ ആൻറ്റി അറിയും എന്ന് പറഞ്ഞ് ഞാൻ അങ്കിളിനെ കാണട്ടെ എന്ന് പറഞ്ഞ് മനു ബാലനെ കാണാൻ പോവുകയാണ്. അപ്പോൾ ബാലനാണെന്ന് വെച്ചെങ്കിൽ തിരക്ക് പിടിച്ചിട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ മനു നീ എപ്പോഴാണ് വന്നതെന്നൊക്കെ ചോദിക്കണം.
അപ്പോൾ മനു അങ്ങനെ വിശേഷങ്ങളൊക്കെ പറയും. അവനിപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ആണെന്നും അപ്പോൾ രാവിലെയാണ് ഉറങ്ങാറ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ബാലൻ പറയും, ഞാനും പണ്ടിങ്ങനെയായിരുന്നു, നല്ല പട്ടിപ്പണി എടുത്തിരുന്നു, എനിക്ക് പിന്നെ അതിനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു, നീയൊക്കെ അതിലോലന്മാരല്ലേടാ, വല്ല വെയിലടിച്ചാൽ തന്നെ വാടിപ്പോകുന്ന പിള്ളേരല്ലേ, അതുകൊണ്ട് മര്യാദയ്ക്ക് കിടന്നുറങ്ങിക്കൊണ്ട് എന്നൊക്കെ മനുവിനെ ഉപദേശിക്കുകയാണ്. പിന്നെ മനു പറയും, അലീന ഇന്നലെ വിളിച്ചായിരുന്നു എന്നെ, അങ്കിളിനെ വിളിച്ചായിരുന്നു എന്ന്. അപ്പം ബാലചന്ദ്രൻ പറയും, എന്നെ വിളിച്ചിരുന്നു, എന്നെ വിളിച്ചിട്ട് അവളിങ്ങനെ ആശ്വസിപ്പിക്കും, എന്നിട്ട് എല്ലാം ശരിയാവും എല്ലാം ശരിയാവും എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഞാനും വിചാരിക്കും ശരിയാവുമായിരിക്കുന്നു, പക്ഷേ എവിടെ ശരിയാവാനാടാന്ന്. അപ്പം മനു പറയും, എന്നെ വിളിച്ചിരുന്നു, ഇന്നലത്തെ അവളുടെ സംസാരമൊക്കെ കേട്ടപ്പോൾ ഞാനും വിചാരിച്ചു ഇവിടെ ഇത്തിരി ഭേദമായിരിക്കുന്നു, പക്ഷേ ഇവിടെ വന്ന ആൻറ്റിയെ കണ്ടോടുകൂടി എനിക്ക് മനസ്സിലായി എല്ലാം പഴയതുപോലെ തന്നെയാണെന്ന്. അങ്ങനെ അപ്പോൾ ബാലചന്ദ്രൻ പറയും, നിൻ്റെ ആൻറ്റി ശരിയാവുന്നില്ലടാ, എൻ്റെ കയ്യിലൊരു ബോംബുണ്ട്, ആ ബോംബ് പൊട്ടിച്ചാൽ തന്നെ അവളിനി ശരിയാവുള്ളൂ എന്നൊക്കെ പറയാണ്. അപ്പോൾ അനു പറയും, ശരി അങ്കിൾ എന്ന് പറയും. അങ്ങനെ നമ്മുടെ ബാലൻ പറയും, ഞാൻ എന്തായാലും ഷോപ്പിലോട്ട് പോകാൻ ഇറങ്ങുകയാണ്, നീ ഉണ്ടെങ്കിൽ പോരെ, കുറച്ച് നേരം നമുക്ക് സംസാരിക്കാമെന്ന്. മനു പറയും, ഞാനിപ്പോൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് മനുവും ഒരുമിച്ചിട്ട് ബാലൻ്റെ കൂടെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നീട് കുളത്തൂപ്പുഴയിൽ സ്റ്റാൻലി കണ്ണാടിയിൽ മുന്നിൽ നിന്ന് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഔതക്കുട്ടിച്ചായൻ വരികയാണ്. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ ചോദിക്കും, എടാ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്, ഞാനൊന്ന് പുനലൂർക്ക് പോയിട്ട് വരാം എന്ന്. അപ്പോൾ സ്റ്റാൻലി പറയും, അപ്പച്ചൻ ഒറ്റയ്ക്കാണോ പോണത്, അതാ അലീനയും കൊണ്ടുപോകുന്നുണ്ടോ എന്ന്. അവളെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, നിന്നോടൊരു വാക്ക് ചോദിക്കാതെ അവളെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്ന് പറയണം ഔതക്കുട്ടിച്ചായൻ. അപ്പോൾ സ്റ്റാൻലി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയും, അപ്പച്ചന് ചിന്നമ്മയെ അവിടെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാമെന്ന്. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയും, അതൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പം ഞാൻ എന്തായാലും ആ പണി ചെയ്യുന്നില്ല, അവിടെ ചെന്നിട്ട് അവരുടെയൊക്കെ അവസ്ഥ എന്താണെന്നൊന്ന് നോക്കട്ടെ, ചുറ്റുപാടിനനുസരിച്ചിട്ട് ഞാൻ അവളെ കൊണ്ടുപോകുന്നുള്ളൂ. ആൽബർട്ടും റോബിനൊക്കെ എന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, സ്നേഹം കൊണ്ടൊന്നുമില്ല, അവർക്ക് ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് കൃത്യമായിട്ട് അറിയണം. അപ്പോൾ ഏകദേശം ഞാൻ അവിടെ ചെന്നിട്ട് അവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായിട്ട് സംസാരിക്കട്ടെ എന്ന് പറയണം. അപ്പോൾ സ്റ്റാൻലി പറയും, ശരി ശരി, സംസാരിച്ചോ, എന്നിട്ട് എല്ലാവരും കൂടി പടയിളക്കി ഇങ്ങോട്ട് തന്നെ വരണേ പ്രശ്നം ഉണ്ടാക്കാനെന്ന്. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയും, പിന്നെ പടയിളക്കി ഇങ്ങോട്ട് വരുന്നത്, നിൻ്റെയൊക്കെ മുഖത്ത് നോക്കാൻ അവന്മാർക്ക് ധൈര്യമുണ്ടോ എന്ന് പറയണം. എന്നാൽ ശരി, അപ്പച്ചൻ പോയിട്ട് വാ, അപ്പച്ചന് പൈസ വേണമെങ്കിൽ ആ അലമാരയിൽ നിന്ന് എടുത്തോന്ന്. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയും, പിന്നെ നീ എനിക്ക് പൈസ തരാം, എന്തിന്, നീ എൻ്റെ വണ്ടിക്ക് പെട്രോൾ അടിക്കാം. എടാ ഔതക്കുട്ടി തന്നെ, കൊട്ടാരമറ്റത്തിൽ ഔതക്കുട്ടി, എനിക്ക് പൈസയുടെ മുന്നിൽ ആരുടെ ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയണം. അപ്പോൾ സ്റ്റാൻലി പറയും, ദുരഭിമാനം, ആടാ എനിക്ക് ദുരഭിമാനമാണ്, നിൻ്റെയല്ലേ അപ്പൻ, എനിക്ക് ദുരഭിമാനം ഉണ്ടാവാതിരിക്കുമോ എന്നൊക്കെ പറയണം. പിന്നെ സ്റ്റാൻലി ഉപദേശിക്കണം, നീ ആ കൊച്ചിനായിട്ട് വഴക്കൊന്നും കൂടരുത്, അതൊരു പാവം കൊച്ചാണ്, ഇത്രയും കാലം അനാഥാലയത്തിൽ വളർന്നതല്ലേ എന്ന്. അപ്പോൾ സ്റ്റാൻലി പറയും, അവൾ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ, ഇനി അപ്പനും കൂടി ഇത് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് അപ്പനെ യാത്രയേക്കണം. അങ്ങനെ അപ്പൻ അലീനയുടെ കണ്ടപ്പോൾ പറയും, മോളെ ഞാനൊന്ന് പോയേച്ച് വരാം പുനലൂർക്ക്, ഇന്നോ നാളെയൊക്കെ ആയിട്ട് വരാം എന്ന് പറയും. അപ്പോൾ അലീന പറയും, ഇനി അപ്പച്ചൻ പോയി കഴിഞ്ഞാൽ വരാതിരിക്കുമോ എന്നാണ് എൻ്റെ പേടി, എന്നെ ഓടിക്കാൻ വന്ന ആളല്ലേ. അപ്പം അത് കുട്ടിച്ചാൻ പറയാം, അതൊക്കെ അങ്ങനെ തന്നെ, ഞാൻ എന്തായാലും അവിടെ പോകട്ടെ, അവിടെ പോയിട്ട് അവരുടെയൊക്കെ മനസ്സിലിരിപ്പൊക്കെ ഒന്ന് അറിയട്ടെ, എന്നിട്ട് ഇങ്ങോട്ട് വരാം എന്ന് പറയുകയാണ്. അപ്പോൾ അലീന പറയും, ശരി, എനിക്ക് ആകെ ഇവിടെ കൂട്ടുണ്ടായിരുന്ന അപ്പച്ചൻ മാത്രമാണ്, വല്യപ്പച്ചൻ മാത്രമാണ്, പിന്നെ സ്റ്റാലിച്ച പപ്പേനായിട്ട് ഞാൻ പിണക്കാന്ന് വല്യപ്പച്ചൻ അറിയാമല്ലോ എന്ന്. ശരി, അതൊക്കെ എനിക്ക് അറിയാടി മോളെ, ഞാനിതാ ഇന്ന് പോയിട്ട് നാളെ ഇങ്ങ് വരും. ഈ പുനലൂരെന്ന് പറയണ ഒരുപാട് ദൂരമൊന്നുമല്ലല്ലോ, അടുത്തല്ലേ, പിന്നെ അവിടെയൊക്കെ പോയിട്ട് അവന്മാരുടെയൊക്കെ മനസ്സിലിരിപ്പൊക്കെ ഒന്ന് അറിയട്ടെ, അതൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഔതക്കുട്ടിച്ചൻ യാത്രയാവുകയാണ്. അപ്പോൾ ഔതക്കുട്ടി പോയപ്പോൾ അലീനയ്ക്ക് ആകെ വിഷമമാണ്, കാരണം ആകെ ഉണ്ടായിരുന്നൊരു കമ്പനി ഔതക്കുട്ടിച്ചായനാണല്ലോ, ആ പുള്ളിക്കാരൻ പോയപ്പോൾ അലീന ആകെ ഒരു വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ കഥ. ഇനി നാളത്തെ കഥയിൽ ബാലചന്ദ്രനും അലീനയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രനോട് അലീന പറയുകയാണ്, നല്ല കുടിയും നല്ല വലിയുമാണ്, ആരോഗ്യത്തിനെ കുറിച്ചിട്ടൊരു ശ്രദ്ധയില്ല. ബാലചന്ദ്രൻ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് അവൾക്ക്, നീ നന്നായി ശ്രദ്ധിക്കണം, നീ അത് എങ്ങനെയെങ്കിലും ഒഴിവാക്കിക്കണം, കാരണം സ്റ്റാൻലിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നിൻ്റെ അടുത്ത് വന്ന് നിന്നെ അവിടെ നിന്ന് അടിച്ചോടിക്കും, അതുകൊണ്ട് നീ സ്റ്റാൻലി പപ്പയെ മുറുക്കെ പിടിച്ച് അങ്ങേരുടെ സ്വഭാവമൊക്കെ മാറ്റണം, നിന്നെക്കൊണ്ട് അത് പറ്റും മോളെ, നീ അത് ശ്രമിച്ചു നോക്ക് എന്ന് പറഞ്ഞ് അലീനയ്ക്ക് ആത്മധൈര്യം കൊടുക്കുകയാണ്. അപ്പോൾ അലീന അത് ആലോചിക്കുകയാണ്, ഇങ്ങനെ ഒരു ആശങ്ക അലീനയ്ക്കും പെട്ടെന്ന് ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും ബാലചന്ദ്രൻ അതൊന്ന് ഓർമ്മിപ്പിച്ചോടുകൂടി ആ ആശങ്ക ഒന്നും കൂടി കടുക്കുകയാണ്.
അങ്ങനെ അലീന പറയും ശരി അച്ഛൻ ഞാൻ ശ്രമിച്ച് നോക്കാമെന്ന്. പിന്നെ വീട്ടിൽ തനിച്ചിരിക്കുന്ന അലീനയാണ് കാണിക്കുന്നത്. അപ്പോൾ അലീന തനിച്ചിരിക്കുന്നത് ഇങ്ങനെ കാണുമ്പോൾ സ്റ്റാൻലിക്ക് ഒരു വിഷമം തോന്നും. സ്റ്റാൻലി ഇങ്ങനെ അവളെ നോക്കി നിൽക്കുന്നതും അവർ തമ്മിലുള്ള സംഭാഷണമൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ. കൂടുതൽ നേരത്തെ മഴ തോരും മുൻപേടെ കഥയും നോവലിലെ കഥയും അറിയാൻ നിങ്ങൾ ആദ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ലൈക്ക് ചെയ്യുക. നമ്മൾ നോവലിലെ കഥയൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. രോഹിത്ത് അറിയുന്നതും രോഹിത്ത് അലീനയെ കാണാൻ പോകുന്നതുമൊക്കെ യഥാർത്ഥ കഥ തന്നെയാണത്. അപ്പോൾ ആ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.